ഓക്കെ, സോ അടുത്ത മാസം അതായത് ജൂലൈ 2024 വരാൻ പോകുന്ന ചില കിഡിലൻ ഫോൺസിന്റെ സ്പെസിഫിക്കേഷൻസും പേരും ലോഞ്ച് ഡേറ്റും ഏകദേശം പ്രൈസ് ഒക്കെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് ബ്രാൻഡാണ് മോട്ടോറോളയുടെ മോട്ടോ റേസർ 50 അൾട്ര, അതായത് ആ ഒരു ഫ്ലിപ്പ് ഫോൺ ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു റേസർ 40 അൾട്ര. അതിന്റെ നെക്സ്റ്റ് പതിപ്പായ റേസർ 50 അൾട്ര ഈ അടുത്ത മാസം ജൂലൈ 4 വരുന്നുണ്ട്. 6.9 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആണ് അകത്തുള്ള മെയിൻ ഡിസ്പ്ലേ. പുറത്തുള്ള ഡിസ്പ്ലേ ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. അതായത് ഏറ്റവും വലിയ കവർ സ്ക്രീൻ ഉള്ള ഒരു ഫ്ലിപ്പ് ഫോൺ ആയിരിക്കും ഈ മോട്ടോ റേസർ 50 അൾട്ര. ഓക്കെ, ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8S Gen 3 ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. സോ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ 8S Gen 3 ഇനി അങ്ങോട്ട് കുറെ ഫോൺസ് വരാൻ പോവുകയാണ്. ഇതിലും അത് തന്നെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 4000 mAh ബാറ്ററി. പ്രൈസ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് 70,000 രൂപ ആ പ്രൈസ് റേഞ്ച് ആയിരിക്കും വരാൻ പോകുന്നത്. ഇതൊക്കെ ലീക്സ് ആൻഡ് റൂമേഴ്സ് മാത്രമാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫോൺ കവർ ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് എല്ലാ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ഫോൺ മോട്ടോറോയുടെ ഫോൺ തന്നെയാണ് മോട്ടോ G85. മോട്ടോ G84 ഓർമ്മയുണ്ട്, ആ ഒരു ചുമന്നിരിക്കുന്ന ഫോൺ, ആ ഒരു റെഡ് പാൻറ്റോൺ കളറൊക്കെ. അതിന് നെക്സ്റ്റ് വേരിയന്റ് ആണ് മോട്ടോ G85. 144 ഹെർട്സിന്റെ OLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 6S Gen 3 ചിപ്സെറ്റ് ആയിരിക്കും ചിപ്സെറ്റ്. 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇതിന്റെ പ്രൈസ് മിക്കവാറും ആ ഒരു G84 വന്ന ഓൾമോസ്റ്റ് അതേ പ്രൈസ് റേഞ്ച് ആയിരിക്കും വരുന്നത്. അതായത് 20,000 റുപ്പീസ്. ഓഫറൊക്കെ ചേർത്ത് 18-19 രൂപയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ലോഞ്ച് ഡേറ്റ് ആണ് ജൂലൈ 10. ഓക്കെ, നെക്സ്റ്റ് ഫോൺ ആണ് CMF ഫോൺ 1. ഇത് ഏത് ഫോൺ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. ബേസിക്കലി നത്തിങ് എന്ന ബ്രാൻഡിന്റെ ഒരു സബ് ബ്രാൻഡാണ് CMF. അതായത് ഈ ബഡ്ജറ്റ് ലെവലിൽ ഇപ്പം അവരുടെ അത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ അതായത് അവരുടെ വാച്ച് ഉണ്ടായിരുന്നു, നെക്ക് ബാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഫോൺ വരാൻ പോവുകയാണ്. 120 ഹെർട്സിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ, ഒന്നെങ്കിൽ Dimensity 7200 അല്ലെങ്കിൽ 7300 ചിപ്സെറ്റ് ആയിരിക്കും. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറൊക്കെ സപ്പോർട്ട് ചെയ്യും. നോർമൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ലോവർ മിഡ് റേഞ്ച് ഫോൺ എന്നൊക്കെ പറയാൻ പറ്റും. ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നത്തിങ് OS. സോ ആദ്യമായിട്ടാണ് 20,000 റുപ്പീസിന് താഴെ നത്തിങ് OS ഉള്ള ഒരു ഫോൺ വരാൻ പോകുന്നത്. സോ അതിനുവേണ്ടി ഒരുപാട് പേര് എക്സൈറ്റഡ് ആണ്. അതിനോടൊപ്പം തന്നെ ചില റിവ്യൂവേഴ്സിന് നത്തിങ് എന്ന ബ്രാൻഡ് ഈ സ്ക്രൂ ഡ്രൈവർ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതിന്റെ മെയിൻ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കിൽ ഞാൻ കാണിച്ചു തരുന്നത്, കണ്ടില്ലേ, ആ ഒരു ചെറിയൊരു സ്ക്രൂ പോലത്തെ സെറ്റപ്പ് കാണാൻ കഴിയുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് മിക്കവാറും എൻ്റെ ബാക്ക് ഉണ്ടല്ലോ, ഇത് നല്ലൊരു ഭയങ്കര ബ്രൈറ്റ് റെഡ് ഓറഞ്ച് കളറൊക്കെ വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലൂ കളറുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബാക്ക് നമുക്കിങ്ങനെ മാറ്റി ഇടാൻ പറ്റുമായിരിക്കും. അതിനുവേണ്ടിയായിരിക്കും ആ ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ തന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു നോബിൻ്റെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ കറക്കാൻ പറ്റും. നമ്മൾ വോളിയം കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടി പഴയ ടേപ്പ് റെക്കോർഡറിലൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള നോബ്, അത്തരത്തിലുള്ളൊരു നോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വെറൈറ്റി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് നത്തിങ് ഈ ഒരു ബഡ്ജറ്റ് പ്രൈസ് സെഗ്മെന്റിൽ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഞാൻ പറഞ്ഞ പോലെ പ്രൈസ് മിക്കവാറും അണ്ടർ 20,000 ആയിരിക്കും. 20,000 രൂപയുടെ താഴെ ആയിരിക്കും ഈ ഫോൺ വരാൻ പോകുന്നത്. നെക്സ്റ്റ് ബ്രാൻഡാണ് ഓപ്പോയുടെ വളരെ ഫേമസ് ആയ ഓപ്പോ റെനോ സീരീസ്. സോ റെനോ സീരീസിന്റെ റെനോ 12 സീരീസ് ആണ് വരാൻ പോകുന്നത്. 120 ഹെർട്സിന്റെ ഫുൾ HD+ കർവ്ഡ് AMOLED ഡിസ്പ്ലേ, Dimensity 7300 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ഉണ്ടാവും. പ്രൈസ് അറിയാലോ, ഓപ്പോയുടെ ഫോൺസ് നോർമലി ഓവർ പ്രൈസ്ഡ് ആയിരിക്കും. ഇവിടെ അങ്ങനെ തന്നെയാണ്. സോ റെനോ 12 മിക്കവാറും 30,000 അറൌണ്ട് 30,000 രൂപയുടെ പ്രൈസ് റേഞ്ചിലായിരിക്കും റെനോ 12 വരാൻ പോകുന്നത്. റെനോ 12 Pro മിക്കവാറും അറൌണ്ട് 40,000 ആയിരിക്കും. ഇതിന്റെ ലോഞ്ച് ഡേറ്റ് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. ജൂലൈ 12 ആയിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ആവാൻ പോകുന്നത്. നെക്സ്റ്റ് ആണ് സാംസങ് ഗാലക്സി ഫോൾഡ് 6 പിന്നെ ഫ്ലിപ്പ് 6 വരുന്നുണ്ട്. ഓക്കെ, വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. സ്പെഷ്യലി ഫോൾഡ് നോക്കുകയാണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ, തീർച്ചയായിട്ടും ചിപ്സെറ്റിൽ മാറ്റം ഉണ്ടാവും. ഈ രണ്ട് ഫോൺസിലും ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ചിപ്സെറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ബാക്കി ഡിസ്പ്ലേ, ഇന്നർ ഡിസ്പ്ലേ ആണെങ്കിൽ ഔട്ടർ ഡിസ്പ്ലേ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫോൾഡ് 6ന്റെ ഔട്ടർ ഡിസ്പ്ലേയുടെ സൈസ് ഒരു 0.1 mm എന്തോ ഒരു കൂട്ടാൻ പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അടിമുടി മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, പക്ഷേ ഒരു സംഭവമുണ്ട്, ഗാലക്സി AI. നമ്മൾ സാംസങ് S24 സീരീസിലും പിന്നെ S23 സീരീസിലും വന്ന AI ഉണ്ടല്ലോ, AI ഫീച്ചേഴ്സ്, അതെല്ലാം ഇവിടെ ഉണ്ടാവും. പ്രൈസ് നോക്കുകയാണെങ്കിൽ ഫ്ലിപ്പ് 6ന്റെ പ്രൈസ് ഓൾമോസ്റ്റ് 1 lakh rupees ആയിരിക്കും. ഫോൾഡ് 6ന്റെ പ്രൈസ് 1.5 lakh 1.6 lakh. അറിയാലോ, ഇതൊക്കെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഫോൺസ് ആണ്. സോ പ്രൈസ് ഭയങ്കര പ്രീമിയം ആയിരിക്കും. ഈ രണ്ട് ഫോൺസിന്റെ ലോഞ്ച് ഡേറ്റ് ജൂലൈ 10 ആണ്, കൺഫേംഡ് ആണ്. ഇതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു സാംസങ്ങിന്റെ വാച്ചും ബഡ്സും വരാൻ സാധ്യതയുണ്ട്. സാംസങ്ങിന്റെ നെക്സ്റ്റ് ഫോൺ ആണ് ഗാലക്സി M35. ഗാലക്സി M34
ഒരു ഡീസൻറ്റ് സാംസങ് ബഡ്ജറ്റ് ഫോണായിരുന്നു. ഓക്കെ, M35 എനിക്ക് തോന്നുന്നു ഇത്തവണ ആ ഒരു ഡ്രോപ്പ് നോച്ച് ഉണ്ടല്ലോ, നമ്മുടെ യു നോച്ച്, അതെടുത്ത് മാറ്റിയിട്ട് ഇത്തവണ ആ ഒരു പഞ്ച് ഹോൾ കട്ടൗട്ട് അവർ തരും. സോ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ, Exynos 1380 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 6000 mAh ബാറ്ററി, 25 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ബോക്സിൽ ചാർജ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. പ്രൈസ് മിക്കവാറും 20,000 രൂപയുടെ താഴെ ആയിരിക്കും. ഓഫറൊക്കെ ചേർത്ത് 18,999 19,999 ആയിരിക്കും ഈ ഫോണിന്റെ പ്രൈസ്. ഓക്കെ, നെക്സ്റ്റ് സീരീസ് ആണ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന സീരീസ്, അതായത് വിവോയുടെ V സീരീസ്, V40 സീരീസ്. ഓക്കെ, V30 സീരീസ് ഇറങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞു. സോ എനിക്ക് തോന്നുന്നു മിക്കവാറും അടുത്ത മാസം വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത മാസം വന്നില്ലെങ്കിൽ ഓഗസ്റ്റിൽ എന്തായാലും വരും വിവോ V40 ആൻഡ് വിവോ V40 Pro. കർവ്ഡ് AMOLED ഡിസ്പ്ലേ, Qualcomm Snapdragon 7 Gen 3 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ, 5500 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉണ്ടാവും. പ്രൈസ് നോക്കുമ്പോൾ ഏകദേശം സിമിലർ പ്രൈസിംഗ് ആയിരിക്കും. V30 സീരീസിൽ കണ്ട അതേ പ്രൈസിംഗ് ഇവിടെയും കാണും. ഓക്കെ, അതായത് V40യുടെ പ്രൈസ് ആയിരിക്കും 30,000 to 35,000 റുപ്പീസ്. V40 Proയുടെ പ്രൈസ് ആയിരിക്കും 40,000 to 45,000 റുപ്പീസ്, അതായത് 40,000 രൂപ, ഓൾമോസ്റ്റ് അറൌണ്ട് 40,000 രൂപയായിരിക്കും. ഈ രണ്ട് ഫോൺസിൻ്റെയും സ്പെഷ്യാലിറ്റി അറിയാലോ, ക്യാമറ സെൻട്രിക് ഫോൺസ് ആണ്. സ്പെഷ്യലി കഴിഞ്ഞ പ്രാവശ്യം വന്ന V30 സീരീസിൽ ആ ഒരു നമ്മുടെ സയസിൻ്റെ കൊളാബറേഷനൊക്കെ വന്നതോടെ കിടിലൻ ക്യാമറ പെർഫോമൻസ് ആയിരുന്നു. അതായത് X100 Pro X100 സീരീസിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ക്യാമറ പെർഫോമൻസ് V30 സീരീസിൽ കിട്ടിയിരുന്നു. അതുപോലെ തന്നെ മിക്കവാറും ഈ V40 സീരീസിലും കിടിലൻ ക്യാമറ പെർഫോമൻസ് ആയിരിക്കും ഫോർ ഷ്യൂർ. നെക്സ്റ്റ് ബ്രാൻഡാണ് ഐക്യു. ഐക്യൂടെ ഐക്യു Z9 Lite എന്നൊരു ബഡ്ജറ്റ് ഫോൺ വരുന്നുണ്ട്. 120 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേ, Snapdragon 6 Gen 1 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററി, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് മിക്കവാറും എനിക്ക് തോന്നുന്നു മിക്കവാറും 15,000 റുപ്പീസിന് താഴെ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ലോഞ്ച് ഡേറ്റ് ഏകദേശം ജൂലൈ മിഡ് ആയിരിക്കും. നെക്സ്റ്റ് ബ്രാൻഡാണ് OnePlus. OnePlusന്റെ ഈ ഒരു ഫോണിന് വേണ്ടി കുറേ നാളായിട്ട് ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ്. അതായത് OnePlus Nord 4. ഇപ്പം നല്ല ലേറ്റ് ആയി ആക്ച്വലി, കുറച്ച് മുന്നേ 2 മാസം മുന്നേ ഇറക്കേണ്ടതായിരുന്നു. എനിവേ 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആയിരിക്കും. Snapdragon 7+ Gen 3 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ, 5500 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉണ്ടാവും. പ്രൈസ് സെയിം, അതായത് 35,000 രൂപയുടെ താഴെ, 30,000 to 35,000 റുപ്പീസിലായിരിക്കും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. ഷവോമിയുടെ Redmi 13 വരാൻ സാധ്യതയുണ്ട്. 120 ഹെർട്സിൻ്റെ IPS LCD ഡിസ്പ്ലേ, ബേസിക്കലി ഒരു ബഡ്ജറ്റ് ഫോണാണ്. Snapdragon 4 Gen 2 ചിപ്സെറ്റ്, 108 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററി, 33 വാട്ടിൻ്റെ ചാർജിങ് ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ പ്രൈസ് മിക്കവാറും 10,000 അല്ലെങ്കിൽ 12,000 രൂപ, ആ ഒരു പ്രൈസ് റേഞ്ച് ആയിരിക്കും. ബഡ്ജറ്റ് ഫോൺ ഞാൻ പറഞ്ഞുതരും. ഓൾമോസ്റ്റ് ഇതേ സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു പോക്കോ ഫോണും വരുന്നുണ്ട്. നോർമലി അങ്ങനെയാണല്ലോ, ഷവോമി അല്ലെങ്കിൽ റെഡ്മി ഒരു ഫോൺ ഇറക്കുമ്പോൾ അതേ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾക്ക് വരുത്തിയിട്ട് പോക്കോയും ഇറക്കാറുണ്ട്. പോക്കോയുടെ പ്രൈസ് കുറച്ചും കൂടി കുറവായിരിക്കും മിക്കവാറും. സോ ഈ പോക്കോ M6+ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ക്യാമറയിൽ മാത്രം, അതായത് പോക്കോ M6+ൽ 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ എക്സാക്ട്ലി സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഓണറുടെ ഒരു ഫോൺ വരുന്നുണ്ട്. ഓണർ എന്ന ബ്രാൻഡ് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര സർപ്രൈസിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അവരുടെ ഫോണിൻ്റെ സെയിൽസ് പോരാ. ഇത് അതായത് ഓണർ ഫസ്റ്റ് ഇറക്കിയിരുന്നല്ലോ, ഓണർ 90, ഡീസൻറ്റ് പാക്കേജ് ആയിരുന്നു. പക്ഷേ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ ഒരു ഓഫറൊക്കെ ചേർത്തൊക്കെ അത് എങ്ങനെയൊക്കെ ചെയ്ത് 30,000 റുപ്പീസിന് താഴെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മറ്റേ സംഭവമില്ലേ, നമ്മുടെ ഈ എന്തുവാ വാൾനട്ട് പൊട്ടിക്കുന്ന ഫോൺ കൊണ്ടൊക്കെ വന്ന് വളരെ ഒരു ക്രിഞ്ച് ഒരു ആഡ് ക്യാമ്പയിനൊക്കെ ആയിരുന്നു. എനിവേ ഈ ഒരു ഫോൺ, അതായത് ഓണർ ഈ വരാൻ പോകുന്ന 200 ഓടിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഓണറിന് ഇവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടി. ഇനി കർവ്ഡ് OLED ഡിസ്പ്ലേ, Snapdragon 7 Gen 3 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5200 mAh ബാറ്ററി, 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ്. സോ സ്പെസിഫിക്കേഷൻ ഒക്കെ നൈസ് ആണ്. പ്രൈസിങ്ങും ഇവർ നൈസ് ആക്കിയാൽ മതിയായിരുന്നു. സോ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് റിയൽമിയുടെ കിഡിലൻ Realme GT6 വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.